പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം. വീണ്ടും ചിലരെയൊക്കെ ഒരു പ്രാവശ്യം കാണാൻ കർത്താവ് തന്ന ദൈവകൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. വെൽക്കം അവർ സ്റ്റുഡൻസ്, വി വെൽക്കം യു ഓൾസോ. സ്തോത്രം. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കർത്താവ് എത്ര വിശ്വസ്തനായിരുന്നില്ലേ. ഈ വർഷം എത്ര പെട്ടെന്ന് കടന്നുപോയി. ഈ വർഷത്തിൻ്റെ 11th മന്ത് തുടങ്ങിക്കഴിഞ്ഞില്ലേ. എത്ര പെട്ടെന്നാണ് ഈ വർഷം കടന്നുപോയത്. കർത്താവ് നമ്മളെയൊക്കെ സൂക്ഷിച്ചില്ലേ. ഒത്തിരി നന്ദി പറയാമോ. സ്തോത്രം. 25 ജാനുവരി ഓർത്തു, ഇപ്പം 25 ഡിസംബർ അടുത്ത് വന്നു. സ്തോത്രം. താങ്ക് യു ലോർഡ് ജീസസ്. നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഐ ആം സെയിങ്സ് ആണല്ലോ. ഞാൻ ആകുന്നു എന്ന് പറഞ്ഞ ആ കാര്യങ്ങളാണല്ലോ. സ്തോത്രം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഐ ആം ദ ട്രൂ വൈൻ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഐ ആം ദ ട്രൂ വൈൻ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി ആകുന്നു. സ്തോത്രം. നമുക്ക് എത്ര പേർക്ക് ജീവിതത്തിൽ ഫ്രൂട്ട്ഫുള്ളായ ഫലപ്രദമായ ഒരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ട്? ഫ്രൂട്ട്ഫുൾ ലൈഫ്. ഹൗ മെനി ഓഫ് യു വാണ്ട് ഫ്രൂട്ട്ഫുൾ ലൈഫ്? ഹൗ മെനി ഓഫ് അസ് വാണ്ട് ടു ബി ലവിങ്? സ്നേഹമുള്ളവരായിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഹൗ മെനി ഓഫ് അസ് വാണ്ട് ടു ഹാവ് കംപ്ലീറ്റ് ജോയ്? എപ്പോഴും പേര് ജോയ് എന്നാണേലും ചിലപ്പോൾ ഒന്നും നമുക്ക് സന്തോഷം കാണത്തില്ല. സന്തോഷമായിട്ടിരിക്കാൻ, കംപ്ലീറ്റ് ജോയ്, കർത്താവിൻ്റെ സന്തോഷം നമുക്ക് ആഗ്രഹിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ചർച്ചിൽ വരുന്നത് കൊണ്ട് അത് നടക്കുമോ? ജസ്റ്റ് ബിക്കോസ് വി കം ടു ചർച്ച്, ഡു യു തിങ്ക് ദാറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ? അല്ലെങ്കിൽ മിനിസ്ട്രിയിൽ ഇൻവോൾവ് ആയിരിക്കുന്നത് കൊണ്ട് അത് നടക്കുമോ? വലിയ ജോലിയുള്ളതുകൊണ്ട് അല്ലെ വലിയ വീടുള്ളതുകൊണ്ട്. അടുത്തിടയ്ക്ക് നമ്മുടെ ആന്ധ്രാപ്രദേശിലുള്ളവർക്ക് വലിയ സന്തോഷം. അനിൽകുമാർ ബിക്ക് 240 crore ആണ് UAE-ന്ന് ലോട്ടറി കിട്ടിയതില്ലേ. 240 crore. അത്രയും പൈസ കിട്ടിയത് കൊണ്ട് നമുക്ക് സന്തോഷമാകുമോ? കുടുംബജീവിതം ഉള്ളത് കൊണ്ട്, കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട്. ഇപ്പം നമ്മുടെ യുവതലമുറ പറയുന്നത് കല്യാണവും വേണ്ട, മക്കളും വേണ്ട, സന്തോഷമാവും. ഇതുകൊണ്ട് നമുക്ക് സന്തോഷമാവുമോ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് how can we have a fruitful life? How can we be loving? How can we have complete joy? സ്തോത്രം. എങ്ങനെയാണ് നമുക്ക് ഫലപ്രദമായ ഒരു ജീവിതം നയിക്കാൻ കഴിയുന്നത്? സ്നേഹം, മറ്റുള്ളവരെ സ്നേഹിക്കാൻ എങ്ങനെ കഴിയും? ദൈവത്തിൻ്റെ സന്തോഷം നമുക്ക് എങ്ങനെ ലഭിക്കാനായിട്ട് സാധിക്കും? സ്തോത്രം. നമ്മൾ നോക്കിയല്ലോ പല ഐ ആം സെയിങ്സ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ നോക്കിയായിരുന്നു. ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഐ ആം ദ ഡോർ, ഞാൻ വാതിലാകുന്നു, ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ്, ഞാൻ നല്ല ഇടയനാകുന്നു, ഐ ആം ദ റിസറക്ഷൻ ആൻഡ് ലൈഫ്, ഞാൻ ജീവനും പുനരുത്ഥാനവുമാകുന്നു, ഐ ആം ദ വേ, ട്രൂത്ത് ആൻഡ് ലൈഫ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഇന്ന് ഐ ആം ദ ട്രൂ വൈൻ. ഇതിൻ്റെ ഒരു പ്രത്യേകത, യേശുക്രിസ്തു മരണത്തോടടുത്ത് അല്ലെങ്കിൽ ലാസ്റ്റ് സപ്പർ, അന്ത്യ അത്താഴത്തിന് ശേഷം പറയുന്ന ഒരേ ഒരു ഐ ആം സേയിങ് ആണിത്. ദിസ് ഇസ് ദ വൺ ദാറ്റ് ജീസസ് സേസ് ആഫ്റ്റർ ദ ലാസ്റ്റ് സപ്പർ. യൂദ ഇറങ്ങിപ്പോയി. മേ ബി യൂദായ്ക്ക് മനസ്സിലായി കാണും, യേശുവിന്, ഞാനാണ് യേശുവിനെ ഒറ്റിക്കൊടുത്തുന്നതെന്ന് യേശുവിന് നല്ലതുവണ്ണം മനസ്സിലായി എന്ന് മനസ്സിലായി കാണാം. ഇത്ര മനസ്സിലായി പറഞ്ഞില്ലേ? മേ ബി ജൂഡസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ജീസസ് ഫിഗർഡ് ദാറ്റ് ജൂഡസ് ഈസ് ഗോയിങ് ടു ബിട്രേ ജീസസ്. അതിനുശേഷമാണ് ഈ ഒരു കാര്യം പറയുന്നത്. ഐ ആം ദ ട്രൂ വൈൻ ആൻഡ് മൈ ഫാദർ ഈസ് എ ഗാർഡനർ. എൻ്റെ പിതാവ് തോട്ടക്കാരനാകുന്നു. അതുകൊണ്ട് നിർത്തിയില്ല. അടുത്ത വാക്യത്തിൽ പറയുന്നു, ഐ ആം ദ ട്രൂ വൈൻ ആൻഡ് യു ആർ ദ ബ്രാഞ്ചസ്. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. പിതാവിൻ്റെ കാര്യം മാത്രം പറഞ്ഞിട്ട് നിർത്താതെ നമ്മുടെയും കൂടെ കാര്യം അതിനകത്ത് പറയുകയാണ്. കാരണം യേശുവിനറിയാം, യേശു പോകാൻ സമയമെടുത്തു. യേശു പോകാൻ സമയമെടുത്തു. ഈ ശിഷ്യന്മാർ യേശുവിനെ കൂടാതെ ഇവിടെ ജീവിക്കണം. യേശുവിൻ്റെ ഫിസിക്കൽ സാന്നിധ്യം ഇല്ലാതെ അവരിവിടെ ജീവിക്കാൻ പോവുകയാണ്.
അവരോട് യേശു ഓൾറെഡി പറഞ്ഞു, ഞാൻ ഞങ്ങളെ അനാഥരായി വിടുകയില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു രഹസ്യമുണ്ട്. ക്രിസ്തീയ ജീവിതം, ദർസ് എ സീക്രട്ട് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു രഹസ്യം. ആ രഹസ്യം പരസ്യമായി പറയുകയാണ്, ഐ ആം ദ ട്രൂ വൈൻ, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു. 15-1 മുതൽ 3 വരെയുള്ള വാക്യം ഒന്ന് വായിക്കാം. 15 verses 1 to 3. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. സ്തോത്രം. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്. ഐ ആം ദ ട്രൂ വൈൻ. അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവൻ്റെ ഉറവിടം. നമ്മളൊരു പാട്ട് പാടുമല്ലോ, ജീവൻ്റെ ഉറവിടം ക്രിസ്തു അത്രേ. അതിന് കാര്യം ഇതാണ്, യേശുവാണ് നമ്മുടെ സോഴ്സ് ഓഫ് ലൈഫ്, നമ്മുടെ ജീവൻ്റെ ഉറവിടം ഈ സാക്ഷാൽ മുന്തിരിവള്ളിയിൽ നിന്നാണ്. സ്തോത്രം. ഇവിടെ യേശുവിൻ്റെ സുവിശേഷ വേലയുടെ, യേശുവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ആരംഭത്തിൽ യേശു എല്ലാവരോടും പറഞ്ഞെന്താ? കം ഫോളോ മീ, എൻ്റെ പുറകെ വരിക. എന്നാൽ ഇവിടെ യേശു പോകാൻ സമയമായപ്പോൾ യേശു പറയുന്നു, യു നീഡ് ടു ഹാവ് എൻ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് മീ. മുന്തിരിവള്ളിയിൽ ഒരു കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കുന്നത് പോലെ ഒരു അഭേദ്യമായ ബന്ധം ശിഷ്യന്മാർക്കും എനിക്കും തമ്മിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. അതുമാത്രമല്ല, ഇതിന് വേറൊരു രഹസ്യം കൂടെ ഉണ്ട്. യേശു ഇത് പറയുമ്പോൾ ശിഷ്യന്മാർക്കറിയാം, അവരെല്ലാം യഹൂദന്മാരാണ്. ദേ ന്യൂ ദാറ്റ് ഇസ്രായേൽ ഈസ് ദ വൈൻ. പഴയ നിയമത്തിൽ ഒരു മുന്തിരിവള്ളി ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ നട്ടു. യെശയ്യാപ്രവചനത്തിലും സങ്കീർത്തനങ്ങളിലും ഒക്കെ ഇസ്രായേലിനെ മുന്തിരിവള്ളിയായി പറയുകയാണ്. അപ്പോൾ ഇവിടെ യേശു പറയുകയാണ്, ഐ ആം ദ ട്രൂ വൈൻ എന്ന് പറയുമ്പോൾ ശിഷ്യന്മാർക്ക് തന്നെ തോന്നിക്കാണും, എന്താ ഇത്, ഇസ്രായേൽ ഇനി മുന്തിരിയല്ലേ? യേശു പല ഉപമകളൊക്കെ മുന്തിരിത്തോട്ടത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ യേശു പറയുകയാണ്, ഐ ആം ദ ട്രൂ വൈൻ, ഞാനാണ് സാക്ഷാൽ മുന്തിരിവള്ളി. അപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്ത ദൗത്യം അവർ ചെയ്യാതിരുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ പുതിയ ഇസ്രായേലായ നമ്മൾ മുന്തിരിവള്ളിയിൽ വസിക്കുന്ന ഒരു കൊമ്പാണ്. വള്ളിയിൽ വസിക്കുന്ന ഒരു കൊമ്പാണ് പിതാവ് നമ്മളുടെ തോട്ടക്കാരനും. ഇവിടെ നമുക്കറിയാം, പല ഉപമാനങ്ങളിലൂടെ യേശു പറയുന്നു, യേശു ആരാണ്? നല്ല ഇടയനാണ്, വാതിലാണ്, റിസറക്ഷൻ, പുനരുത്ഥാനമാണ്, ജീവനാണ്, വഴിയാണ്. എന്നാൽ ഇവിടെ നമ്മൾ 14-ാം അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ യേശു അന്ത്യ അത്താഴത്തിന് ശേഷം അവസാനം പറയുന്നു, കം ലെറ്റ്സ് ഗോ, എഴുന്നേൽക്കാം, നമുക്ക് പോകാം. അപ്പോൾ മാളിക മുറിയിൽ നിന്ന് ഇറങ്ങി എങ്ങോട്ടാ പോകുന്നത്? 18-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ അവർ കിദ്രോൻ തോട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിന് മധ്യേ ഒരു പക്ഷെങ്കിൽ ആലയത്തിൽ അവർ പ്രാർത്ഥിക്കാനായിട്ട് ഇരുന്ന് കാണാം. ആലയത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് നിന്ന സമയത്ത് യേശുവിനറിയാം, ഞാൻ സ്ലൈഡ്സ് വർക്ക് ചെയ്യുന്നില്ല, ഇമെയിൽ വിശുദ്ധ സ്ഥലത്ത്, അതിവിശുദ്ധ സ്ഥലത്തും വിശുദ്ധ സ്ഥലവും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന 2 സ്റ്റെപ്പും ഒരു കർട്ടനുമുണ്ട്. ഈ കർട്ടൻ നമ്മൾ വായിക്കുന്നു, നീലനൂൽ, ധൂമ്രനൂൽ, ചുമപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ഉണ്ടാക്കിയ ഒരു തിക്ക് കർട്ടൻ അവിടെ ഉണ്ട്. ആ കർട്ടൻ്റെ മുകളിലായിട്ട് ഉയരത്തിൽ നിന്ന് അവർ മുന്തിരിവള്ളി സ്വർണം കൊണ്ടുണ്ടാക്കിയിട്ടിട്ടുണ്ട്. ധനവാന്മാർ, ജോസിഫസ് ഒക്കെ പറയുന്നത്, ഹിസ്റ്റോറിയനായ ജോസിഫസ് പറയുന്നത്, ധനവാന്മാരായിട്ടുള്ള ഇസ്രായേൽ മക്കൾ ആലയത്തിൽ ആരാധിക്കാൻ കടന്നു വരുമ്പോൾ അവരെന്ത് ചെയ്യും? ഈ മുന്തിരിയുടെ ഇലയൊക്കെ അല്ലെങ്കിൽ മുന്തിരിയൊക്കെ സ്വർണം കൊണ്ടുണ്ടാക്കി കൊടുക്കും. എന്തിനാണ്? ഇസ്രായേൽ ദൈവത്തിൻ്റെ മുന്തിരിവള്ളി,
മുന്തിരി എന്ന് കാണിക്കാൻ. അവർ പറയുന്നത് ചില മുന്തിരിയൊക്കെ ഒരാളിൻ്റെ നീളത്തിലുള്ള മുന്തിരി ഉണ്ടായിരുന്നെന്ന്. ഇത് നോക്കിക്കൊണ്ടായിരിക്കാം ഒരുപക്ഷെ യേശു പറയുന്നത്, ഞാനാണ് സാക്ഷാൽ മുന്തിരിവള്ളി, ഞാനാണ് സാക്ഷാൽ മുന്തിരി, ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയാകുന്നു, നിങ്ങൾ കൊമ്പുകളും എന്ന് പറയാനുള്ള കാര്യം ഇവിടെ ആയിരിക്കാം. ഇവിടെ എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന്. 5-ാം വാക്യത്തിൽ വളരെ ഫലം കായ്ക്കേണ്ടതിന്. അപ്പോൾ ഈ മുന്തിരിവള്ളി കൊമ്പുകൾ എന്താണ്? അധികം ഫലം കായ്ക്കാൻ, വളരെ ഫലം കായ്ക്കാൻ. അപ്പോൾ ഈ മുന്തിരിവള്ളിയും കൊമ്പുകളുമായിട്ടുള്ള കണക്ഷൻ മനസ്സിലായോ? 2 ടൈപ്പുള്ള കൊമ്പുകളുണ്ട്. ഫലം കായ്ക്കുന്ന കൊമ്പുകൾ, ഫലം കായ്ക്കാത്ത കൊമ്പുകൾ. ദാറ്റ് പ്രൊഡ്യൂസസ് ഫ്രൂട്ട് ആൻഡ് ദാറ്റ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് ഫ്രൂട്ട്. ഇവിടെ ഫലം കായ്ക്കുന്ന കൊമ്പുകൾക്ക് എന്ത് പറ്റും? പിതാവ് കായ്ക്കുന്ന കൊമ്പൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു, പ്രൂൺ ചെയ്യുകയാണ്. തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. ഈ പ്രൂൺ ചെയ്യുക, ശുദ്ധിയുള്ളവയാകുക എന്നുള്ള വാക്ക് ഗ്രീക്കിൽ ഉപയോഗിക്കുന്നത് സെയിം പദമാണ്. നിങ്ങൾ നോക്കിയാൽ മതി, സെയിം പദമാണ്. അപ്പോൾ നമ്മളെ ശുദ്ധീകരിക്കേണ്ടതിന്, അധികം ഫലം കായ്ക്കേണ്ടതിന്, അധികം ശുദ്ധീകരിക്കേണ്ടതിന് പിതാവ് എന്ത് ചെയ്യും? നമ്മളെ ചെത്തി വെടിപ്പാക്കും. അപ്പോൾ മുന്തിരിവള്ളിയിൽ വസിക്കുന്ന കൊമ്പുകൾ ഒരുമിച്ചുള്ള വാസം, ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കണക്ഷൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ബന്ധമില്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ടു പോകും. പിന്നെ എന്ത് ചെയ്യും? ഫലമില്ലാതെയാകും. അതുമാത്രമല്ല, ഫലമില്ലാത്ത കൊമ്പുകൾ എന്ത് ചെയ്യും? അത് പിതാവ് എന്ത് ചെയ്യും? കായ്ക്കാത്ത കൊമ്പുകളെല്ലാം നീക്കിക്കളയും. അപ്പോൾ കായ്ക്കുന്ന കൊമ്പുകൾ, കായ്ക്കാത്ത കൊമ്പുകൾ, മുന്തിരിവള്ളിയിൽ ഉള്ള കൊമ്പുകൾ കായ്ക്കാതിരിക്കാം, മുന്തിരിവള്ളിയിൽ നിന്ന് മാറിയ കൊമ്പുകളും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണങ്ങിപ്പോയാലും അതും കായ്ക്കാതിരിക്കാം. ഇതിൽ നിന്ന് നാം കാണുന്നത് നമ്മളുടെ ജീവിതത്തിൻ്റെ സോഴ്സ്, എല്ലാറ്റിൻ്റെ ഉറവിടം, ജീവന്റെ ഉറവിടം, പുതുക്കത്തിൻ്റെ ഉറവിടം കർത്താവുമായിട്ടുള്ള ആഴമായ ബന്ധത്തിലാണ്. സ്തോത്രം. നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കാതിരിക്കാം, നമ്മളുടെ ഉറവിടം എന്തൊക്കെയാണ്? മുമ്പേ ഞാൻ പറഞ്ഞില്ലേ കുറേ ലിസ്റ്റ്. നല്ല ഫാമിലി, നല്ല എഡ്യൂക്കേഷൻ, ഒത്തിരി പണം, സ്വാധീനമുള്ള ആൾക്കാരെ അറിയുന്നത്. നമ്മുടെ ഇന്ത്യയിലൊക്കെ അത് വളരെ പ്രധാനമാണ്. എനിക്ക് ഇന്നാരെ അറിയാം, സ്വാധീനമുള്ള ആരുമായിട്ടുള്ള കണക്ഷൻ. അതാണോ നമ്മുടെ ജീവിതത്തിൻ്റെ ഉറവിടം? അല്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന നമുക്ക്, ഒരിക്കൽ നാം രക്ഷിക്കപ്പെട്ടു, ശരി, എന്നാൽ ദൈവവുമായിട്ടുള്ള ബന്ധം തുടർമാനം കൊണ്ടുപോകേണ്ടതാണ്. തുടർമാനം, a connection. We need to have a strong connection with Jesus. എങ്കിൽ മാത്രമേ നമ്മൾക്ക് ഫലം കായ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മളുടെ ഫലം എന്തൊക്കെയാണ്? നമ്മുടെ ഫലം? നമുക്ക് പുറകാലെ അതിനെക്കുറിച്ച് നോക്കാം. നമ്മുടെ വൈൻ എന്തൊക്കെയാണ്? നമ്മൾ ആശ്രയിക്കുന്ന ഈ മുന്തിരിവള്ളി ഉണ്ടല്ലോ, നമ്മൾ ആശ്രയിക്കുന്ന മുന്തിരിവള്ളി എന്തൊക്കെയാണ്? പലതും നമ്മൾ മുന്തിരിവള്ളിയായി ഒന്ന് ചാരാൻ നമ്മൾ ശ്രമിക്കാം. ഇന്ന് പാട്ടുപാടിയ സമയത്തൊക്കെ ഞാൻ ഓർക്കുമായിരുന്നു, കർത്താവ് നമ്മുടെ ഒരു ചാരാണില്ലേ, ഒരു ഉറപ്പുള്ള പാറയാണെന്ന് ചാരി നിൽക്കാൻ. ആ കർത്താവുമായിട്ട് ചാരി നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നത്. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ ജനിച്ചു വളർന്ന ആ ചർച്ചിൽ ഞാൻ ഒരു മീറ്റിങ്ങിന് വേണ്ടി കടന്നുപോയി. ചെറുപ്പകാലത്ത് ഈ കുഞ്ഞുങ്ങൾ മുമ്പേ ഒന്ന് വാക്യം പറയുന്നത് പോലെ വാക്യം പറയുന്നതും തെറ്റിച്ച് പാടുന്നതും തെറ്റിച്ച് വാക്യം പറയുന്നതും ഒക്കെ ഞാൻ അന്നേരം ഓർത്തു. അതിനുശേഷം അമ്മയായി വല്യമ്മച്ചിയായിട്ടാണ് പാരൻറ്റിങ്ങിനെ കുറിച്ച് പറയാനാണ് ഞാൻ ആ ചർച്ചിൽ പോയത്. ഞാൻ ഒത്തിരി ദൈവത്തെ സ്തുതിച്ചു. നടത്തിയ വഴികൾ ഇല്ലേ, കർത്താവ് നമ്മുടെ ചാരായി ഞാൻ സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ അല്ലേ, ജീവിതത്തിൻ്റെ എത്രയോ കാലങ്ങളിൽ നമ്മൾ പുറത്തു പോയേനെ. ഓട്ടോമാറ്റിക് ഔട്ടാണ്, എന്നെ ആരും ഔട്ടാക്കണ്ട,
ഓട്ടോമാറ്റിക്കലി ഔട്ടാണ്. ഫലമില്ലെങ്കിൽ ചെത്തിപ്പോയി, ഇല്ലേ? സ്തോത്രം. നമ്മുടെ ജീവിതത്തിൻ്റെ വൈൻ, മുന്തിരിവള്ളി നമ്മുടെ കർത്താവ് മാത്രമാണ്. കർത്താവല്ലാതെ വേറെ ഒന്നിനെയും നമ്മൾ മുന്തിരിവള്ളിയായി സ്വീകരിക്കരുത്. ചർച്ച് നല്ലതാണ്, മിനിസ്ട്രി നല്ലതാണ്, പാസ്റ്റർ നല്ലതാണ്, ലേഡീസ് മീറ്റിങ്ങിലുള്ള പ്രാർത്ഥിക്കാനുള്ളവർ നല്ലതാണ്, മെൻസ് മീറ്റിങ്ങിൽ പ്രാർത്ഥിക്കാനുള്ളവർ നല്ലതാണ്, നമുക്ക് കൂട്ടുള്ളവരെല്ലാം നല്ലതാണ്. പക്ഷെങ്കിൽ നമ്മുടെ മുന്തിരിവള്ളിയായി നാം ആശ്രയിക്കേണ്ടത്, ജീവന്റെ ഉറവിടമായിട്ട് ആശ്രയിക്കേണ്ടത് യേശുവിൽ മാത്രമേ ഉള്ളൂ. യേശു മാത്രം. ബാക്കി എല്ലാവരും മാറിപ്പോകും, എല്ലാവരും മാറിപ്പോകും. അത് എഴുതി വെച്ചോ. ഭൂമിയും, കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ചിന്തിച്ചതുപോലെ, ഭൂമിയും മാറിപ്പോകും, ആകാശവും മാറിപ്പോകും, വസ്ത്രം പോലെ അത് മാറിപ്പോകും. എന്നാൽ യേശു മാത്രം മാറുകയില്ല. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ആ മുന്തിരിവള്ളിയുമായിട്ട് നമ്മൾ എപ്പോഴും അഭേദ്യമായ ബന്ധമുണ്ടായിരിക്കണം. യേശുവുമായിട്ടൊരു ബന്ധമില്ലെങ്കിലും മിനിസ്ട്രി ഒക്കെ ചെയ്യാം കേട്ടോ. യേശുവുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലെങ്കിലും മിനിസ്ട്രി ഒക്കെ ചെയ്യാം. പക്ഷെങ്കിൽ അധികം നാളാകുന്നതിന് മുമ്പേ നമ്മൾ തകർന്ന് തരിപ്പണമാകും. സ്തോത്രം. ഒരു പക്ഷെങ്കിൽ നമ്മുടെ ജീവാവസാനം വരെ നമ്മൾ അങ്ങനെ ചെയ്തെന്നിരിക്കും. ഞാൻ ബൈബിളിലെ വാക്യമാണ് ഉദ്ധരിക്കുന്നത്. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിന്റെ അവസാനത്തിലാണ് യേശു പറയുന്നു. ഒരു കൂട്ടർ യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ പ്രവചിച്ചു, ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി. അപ്പോൾ യേശു പറഞ്ഞു, എന്ത് പറഞ്ഞു? ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവീൻ. സ്തോത്രം. അപ്പോൾ ഒരു നാളും അറിഞ്ഞിട്ടില്ലേ? ഒരിക്കൽ പോലും അറിഞ്ഞില്ലേ? അതായിരുന്നു എൻ്റെ ചിന്ത. ഒരിക്കൽ പോലും അറിഞ്ഞില്ലേ? തുടങ്ങിയപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മിനിസ്റ്റർ ചെയ്തപ്പോഴും അറിഞ്ഞില്ലേ? ഒരു നാളും അറിഞ്ഞിട്ടില്ല. അവിടെ വെച്ച് നിർത്തുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് ഓടിപ്പോകുവീൻ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ, if you are not connected with God, I don't know if you are doing God's ministry. യേശുവുമായിട്ടൊരു ബന്ധമില്ലെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ വേലയാണോ ചെയ്യുന്നത്? അല്ലായിരിക്കാം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്. യേശു എന്ത് പറഞ്ഞു? ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അപ്പോൾ ഇത് കർത്താവിൻ്റെ വേലക്കാർക്ക് മാത്രമുള്ളതാണോ ഈ വചനം? അല്ല. ആരൊക്കെ ശിഷ്യനാണോ അവരെല്ലാവരും എന്താണ്? കർത്താവുമായിട്ട്, മുന്തിരിവള്ളിയുമായിട്ട് ഒരു ബന്ധമുള്ളവരാണ്. വി നീഡ് ടു സ്റ്റേ കണക്റ്റഡ്. കർത്താവുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കണക്റ്റഡായി നിൽക്കണമെങ്കിൽ മാത്രമേ നമ്മളുടെ ജീവിതത്തിൽ കർത്താവ് നമ്മുടെ ഉറവിടമാക്കിയുള്ളൂ. യേശു ഇവിടെ ആയിരുന്ന സമയത്ത് അനേകർ യേശുവിൻ്റെ ചുറ്റും ഉണ്ടായിരുന്നു. എന്തിനായിരുന്നു അവർ യേശുവിൻ്റെ അടുത്ത് വന്നത്? ആഹാരം കഴിക്കാൻ, സൗഖ്യം പ്രാപിക്കാൻ, ഇല്ലേ? അത്ഭുതങ്ങൾ കാണാൻ, ഇവൻ മശികയാണോ എന്നറിയാൻ ഒത്തിരി പേരൊക്കെ വന്നു. എന്നാൽ യേശു ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങി. നിങ്ങൾ എൻ്റെ വചനം, എന്നെ ഭക്ഷിക്കണം. അത് കേട്ടപ്പം തന്നെ പറഞ്ഞു, ഇല്ലില്ല, ഇത് കഠിന ഉപദേശം എന്ന് പറഞ്ഞ് അനേകർ യേശുവിനെ വിട്ടുപോയി. അപ്പോൾ യേശുവിൻ്റെ കൂടെ നിന്നാൽ മാത്രം പോരാ, ദൂരെ നിന്നാൽ മാത്രം പോരാ, യേശുവാണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, പ്രാർത്ഥനയ്ക്ക് വന്നാൽ മാത്രം പോരാ, പ്രാർത്ഥന ലീഡ് ചെയ്താലും മാത്രം പോരാ, പ്രസംഗിച്ചാൽ മാത്രം പോരാ, ഈ മുന്തിരിവള്ളിയുമായി നമുക്ക് ഒരു അഭേദ്യമായ ഒരു ബന്ധമുണ്ടായിരിക്കും. എവിടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ജീവനില്ല എന്ന് ചിന്തിക്കുന്നുണ്ടോ? കഴിഞ്ഞ നമ്മൾ കേട്ടല്ലോ, ഹി ഈസ് എ റിസറക്ഷൻ ആൻഡ് ലൈഫ്. പക്ഷെ എവിടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ജീവനില്ലെന്ന് ചിന്തിക്കുന്നുണ്ടോ? ചാകാറായി എന്ന് ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കണം, കർത്താവേ, ഞാൻ യേശുവുമായി അഭേദ്യമായ കണക്ഷൻ എൻ്റെ ജീവിതത്തിലുണ്ടോ? അഭേദ്യമായ കണക്ഷൻ എൻ്റെ ജീവിതത്തിലുണ്ടോ? സ്തോത്രം. അടുത്തതായി നമ്മൾ വായിക്കുന്നത്, എബൈഡ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ വസിക്കുവീൻ. അതാണ് നമുക്ക് ജീവിതത്തിൽ ഫ്രൂട്ട്ഫുൾനെസ് തരുന്നത്. 4 മുതൽ 8 വരെയുള്ള വാക്യം എന്ന് വായിക്കാം. 4 മുതൽ 8 വരെയുള്ള വാക്യം. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിനും മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു.
എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആ വക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തുപോകും. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആകും. ഇവിടെ യേശു പറയുകയാണ്, എബൈഡ് ഇൻ മീ, എന്നിൽ വസിക്കുവീൻ. 4 മുതൽ 7 വരെയുള്ള ഈ വാക്യങ്ങളിൽ 6 പ്രാവശ്യമാണ് എബൈഡ് ഇൻ മീ ഓർ റിമെയിൻ ഇൻ മീ, എന്നിൽ വസിക്കുവീൻ. ഈ 3 വാക്യത്തിൽ 6 പ്രാവശ്യം എബൈഡ് ഇൻ മീ എന്ന് പറയണമെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ എത്രമാത്രം ഇത് വിലപ്പെട്ടതാണ്. സ്തോത്രം. വി നീഡ് ടു എബൈഡ് ഇൻ ക്രൈസ്റ്റ്. നമ്മൾ ഈ ക്രിസ്തുവിൽ വസിക്കണം. എന്തിനാണ്? വളരെ ഫലം കായ്ക്കാൻ, അധികം ഫലം കായ്ക്കാൻ. അപ്പോൾ നമ്മൾ ഫലമില്ലെങ്കിൽ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? കർത്താവേ, ഞാൻ ഇച്ചിരും കൂടെ കർത്താവിൽ ഒന്ന് വസിക്കട്ടെ, കർത്താവിൽ ഇച്ചിരി കൂടെ ഒന്ന് ചേർന്ന് വസിക്കട്ടെ. സ്തോത്രം. ഈ എന്നിൽ വസിക്കുക, വചനം അനുസരിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി എളുപ്പമാണ്. ഞാൻ അനുസരിച്ച് ടിക്ക് ചെയ്ത് 1-ാം പ്രമാണം അനുസരിച്ച്, 2-ാം പ്രമാണം അനുസരിച്ച്, 3-ാം പ്രമാണം അനുസരിച്ച്, 4-ാം പ്രമാണം നമുക്ക് ടിക്ക് ചെയ്യാം ഇല്ലേ? 10 കമാൻഡ്മെന്റ്സ് ഓരോന്നോരോന്ന് ടിക്ക് ചെയ്യാം. ഞാനിതനുസരിക്കുന്നുണ്ട്, നീ ഇതനുസരിക്കുന്നില്ല. ആ ടിക്ക് ചെയ്തതിൻ്റെ കാര്യമല്ല പറയുന്നത്. യേശുവുമായിട്ട് വേർപിരിക്കാൻ പറ്റാത്ത ഒരു ബന്ധം. കട്ട് ചെയ്ത് പോയാൽ ഞാൻ പോയി, കട്ട് ചെയ്ത് പോയാൽ ഞാൻ പോയി. അതേപോലെ വേർപിരിക്കാൻ പറ്റാത്ത, എന്നിൽ വസിപ്പീൻ ഞാൻ നിങ്ങളിലും വസിക്കാം എന്ന് പറഞ്ഞ അതേപോലെ ഒരു ഒരുമ. അത് മാത്രമല്ല, യേശു പറയുന്നു, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. യു cannot do anything apart from me. എന്നെ കൂടാതെ ഒന്നും ചെയ്യാൻ സാധിക്കയില്ല. ഇവിടെ യേശു പറയുന്നതിൻ്റെ ഒരു കാര്യം, യേശുവും പിതാവുമായിട്ടുള്ള ബന്ധം ഇതായിരുന്നു. John chapter 5, Jesus said, I do what I see my father doing. എൻ്റെ പിതാവ് എന്താ ചെയ്യുന്നത് അതാണ് ഞാൻ ചെയ്യുന്നത്. അതേപോലൊരു അഭേദ്യമായ ബന്ധം പിതാവും യേശുവുമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് യേശു നമ്മളെ ഇൻവൈറ്റ് ചെയ്യുക അതേപോലൊരു ബന്ധത്തിന്, അതേപോലൊരു ബന്ധം. ഞാനും പിതാവുമായിട്ടുള്ള ആ സ്നേഹബന്ധമുണ്ട്. അതേപോലൊരു സ്നേഹബന്ധത്തിലേക്ക് ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ, 5-ാം വാക്യത്തിന്, നിങ്ങൾ കൊമ്പുകളുമാകുന്നു. അതിൻ്റെ അവസാനം, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കയില്ല. സ്തോത്രം. അപ്പോൾ 90-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം നിങ്ങൾ ഓർമ്മയുണ്ടോ? നമുക്ക് എല്ലാം കാണാതറിയാവുന്ന, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. അവൻ യഹോവയെക്കുറിച്ച്, അവൻ എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. 9-ാം വാക്യം, യഹോവേ, നീ എൻ്റെ സങ്കേതമാകുന്നു, നീ അത്യുതനെ എൻ്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുത്തു വരികയില്ല. ഇവിടെ അത്യുതന്റെ മറവിൽ വസിക്കുന്നു, സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുന്നു. അപ്പോൾ ഈ ഒരു ഞാൻ മുന്തിരിവള്ളി, നിങ്ങൾ എന്നിൽ വസിക്കണമെന്നുള്ള ഈ ഒരു കാര്യം പഴയ നിയമ ഭക്തന്മാർക്ക് മനസ്സിലായിരുന്നു. അവർ പറയുകയാണ്, അത്യുന്നതന്റെ മറവിൻ കീഴിൽ ഞാൻ വസിക്കുകയാണ്. അത് മാത്രമല്ല, നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മൾ ചർച്ചിലോട്ട് ഒരു ദിവസം വന്നു, പിറ്റേ ദിവസം വരത്തില്ല. ജോലി സ്ഥലത്ത് ഒരു ദിവസം പോയി, പിറ്റേ ദിവസം പോയില്ല, അല്ലേ? കടയിൽ ഒരു ദിവസം പോയി, പിറ്റേ ദിവസം പോയില്ല. അങ്ങനല്ല. വാസസ്ഥലമാണെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വീടിനെ കുറിച്ചൊന്ന് ഓർത്തു നോക്കിയേ. നമ്മൾ എവിടെ പോയാലും നമ്മുടെ വീട് ചിന്തിക്കാറില്ലേ? മേ ബി the furthest from here is our friend from Nepal, even though you think about your home all the time, no? Yes? Do you think about your home all the time? No, he doesn't. Oh my God. Maybe I'm his teacher, അതുകൊണ്ട് പറയാതിരിക്കാം. ബട്ട് നമ്മൾ എവിടെ പോയാലും നമ്മുടെ വീട് നമ്മളൊന്ന് ഓർക്കാറുണ്ട്, ഇല്ലേ? നമ്മുടെ ഹൃദയം വീട്ടിനകത്ത് ഇരിക്കുന്നത് പോലെ, ഇല്ലേ?
എവിടെ പോയാലും വീട്ടിലോട്ട് വരുമ്പോഴെന്താണ്, വി ആർ അവർ സെൽസ്. ഓ മൈ ഗാഡ്, ഇല്ലേ? മുമ്പേ ഫാസ്റ്റ് പറഞ്ഞതുപോലെ പപ്പ മേളി ഇരിക്കുന്ന മുട്ടായി എടുക്കാം, മമ്മി പാത്ത് വെച്ചിരിക്കുന്ന ലഡു എടുക്കാം. ഇറ്റ്സ് അസ്, നമ്മുടെ വീടാണ്. വി ഫീൽ സെക്യൂർ. വീടിൽ ഡോർ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? വി ഫീൽ സെക്യൂർ. ആരെ വേണേലും നമുക്ക് വിളിച്ചുകൊണ്ട് പപ്പായുടെയും മമ്മയുടെ അടുത്ത് കൊണ്ടുവരാം. വി ക്യാൻ ഷെയർ എനിത്തിങ് വിത്ത് ദം. എന്ത് വേണേലും പപ്പായോടും മമ്മയോടും പറയല്ലേ. ആൻഡ് ഓൾസോ വെൻ വി ആർ ഹോം വി ഫൈൻഡ് സ്ട്രെങ്ത്, ഇല്ലേ? നമുക്കൊരു ആളുണ്ട്, നമുക്ക് സ്നേഹിക്കാൻ കരുതാൻ ഒരാളുണ്ട്. ഇതാണ് യേശു. യേശു നമ്മുടെ ഭവനം പോലെയാണ്. ഇൻ ജീസസ് ഇതേപോലൊരു ബന്ധമാണ് ദൈവം, നമ്മുടെ റെഡീമർ, നമ്മളെ വീണ്ടെടുത്ത, നമുക്ക് സൗഖ്യം തന്ന ദൈവം. ഒരു ക്രിസ്ത്യാനിക്ക് യേശു ഇതാണ്. ഹി ഈസ് അവർ ഹോം, നമ്മുടെ വാസസ്ഥലമാണ്. ജീസസ് ഈസ് അവർ ഹോം, ജീസസ് ഈസ് അവർ ഡ്വെല്ലിംഗ് പ്ലേസ്. അതിലോട്ടാണ് യേശു നമ്മളെ വിളിക്കുന്നത്. ടു ബി വൺ വിത്ത് ജീസസ്, യേശുവിൽ വസിക്കാൻ, യേശുവിൽ വസിക്കാൻ. ടു ദ പോയിന്റ് ദാറ്റ് വി നോ ദാറ്റ് ഐ ക്യാൻ നോട്ട് ഡു എനിത്തിങ് വിത്തൗട്ട് ഹിം. യേശുവില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, സാധിക്കത്തില്ല എന്നൊരറിവ് നമുക്ക് വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും? വി വാണ്ട് ടു ലിവ് വിത്ത് ഇൻ ഹിം. എപ്പോഴും അവനിൽ വന്ന് ഓടി നോക്കി പോകുകയല്ല, എപ്പോഴും യേശുവിൽ വസിക്കുക. സ്തോത്രം. യേശുവിൽ വസിച്ചില്ല എങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? വി ആർ മേക്കിംഗ് ദ വേൾഡ് അവർ ഹോം. ഈ ലോകം നമ്മളുടെ വീടാക്കുകയാണ്, പിശാച് നമ്മളുടെ ഭവനമാക്കുകയാണ്. അതൊരിക്കലും നമുക്ക് വേണ്ട, ഇല്ലേ? ഡു വി എവർ വാണ്ട് സൈറ്റൻ ടു ബി അവർ ഹോം? നോ, വി വാണ്ട് ജീസസ് ടു ബി അവർ ഹോം. പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഇവിടെ യേശു പിന്നെയും പറയുകയാണ്, എൻ്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ. അപ്പോൾ റിമൈൻ ഇൻ മീ എന്ന് പറയുന്നതിൻ്റെ അടുത്തൊരു ഭാഗമാണ് യേശുവിൻ്റെ സ്നേഹത്തിൽ നാം വസിക്കണം. ഈ ലോകത്തിൽ നമ്മുടെ സ്നേഹത്തെ ആകർഷിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ കണ്ണിൻ്റെ ദൃഷ്ടി മാറ്റുന്ന, ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ മാറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ യേശു പറയുകയാണ്, റിമെയിൻ ഇൻ ഹിസ് ലവ്. യേശുവിൻ്റെ സ്നേഹത്തിൽ നാം വസിക്കണം. യേശു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല. യേശു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നാം എന്ത് ചെയ്യുക? യേശുവിൻ്റെ സ്നേഹത്തിൽ വസിക്കുക. യേശുവിൻ്റെ സ്നേഹത്തിൽ വസിക്കുമ്പോൾ യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം. അപ്പോൾ എങ്ങനെയാണ് യേശുവിൻ്റെ സ്നേഹത്തിൽ വസിക്കുക എന്നുള്ളത് മറ്റുള്ളവർ കാണുന്നത്? കൽപ്പനകളെ അനുസരിക്കുക. അങ്ങനാകുമ്പോൾ നമ്മുടെ സന്തോഷം പൂർണ്ണമാകും. 3 കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. യേശുവാണ് നമ്മളുടെ ജീവൻ്റെ ഉറവിടം. രണ്ടാമതായിട്ട് നമ്മുടെ ഫ്രൂട്ട്ഫുൾനെസ്, നമ്മളുടെ ഫലപ്രാപ്തി യേശുവിൽ വസിക്കുന്നത് കൊണ്ടാണ്. അവസാനമായി നമ്മൾ കണ്ടത്, നമ്മളുടെ സന്തോഷം പൂർണ്ണമാകണമെങ്കിലും നാം യേശുവിൽ വസിക്കണം. ഇവിടെ യേശുവിൽ വസിക്കണമെന്ന് പറയുമ്പോൾ യേശുവിൻ്റെ സ്നേഹത്തിൽ വസിക്കുക. സ്തോത്രം. യേശുവിനെ നമ്മളുടെ ജീവൻ്റെ സോഴ്സായിട്ട്, ജീവൻ്റെ ഉറവിടമായിട്ട്, സോഴ്സ് ഓഫ് മൈ ലൈഫ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ യേശുവിനെ എൻ്റെ ജീവൻ്റെ ഉറവിടമായി നമ്മൾ കണ്ടു. എന്നാൽ എല്ലാ ദിവസവും, എവ്രി ഡേ, എവ്രി മൊമെൻ്റ് ഓഫ് മൈ ലൈഫ് ക്യാൻ ബി ലുക്ക് ബാക്ക് ടു ഹിം. ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ വീട്ടിലെ തിരക്ക് കാരണം ദൈവസന്നിധിയിൽ ഇരിക്കാൻ സമയം ഇല്ലാതെ ഓടി പോകുമ്പോൾ നമ്മൾ യേശുവിൽ വസിക്കുന്നത് നകന്നു പോവുകയാണ്.
നാം തന്നെത്താൻ ഞായറാഴ്ച രാവിലത്തെ പ്രാർത്ഥന, ലേഡീസ് മീറ്റിങ്ങിൻ്റെ പ്രെയർ, അല്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥന, അതുകൊണ്ട് എപ്പോഴും യേശുവിൽ വസിക്കാൻ സാധിക്കുകയില്ല. നാം തന്നെ ഉത്തരവാദിത്തം എടുക്കണം. ദിവസത്തിൻ്റെ ചില പോർഷൻസ് മാറ്റിവെച്ച് കർത്താവിനോട് കൂടെ ഇരിക്കാൻ, കർത്താവിനോട് കൂടെ സമയം ചെലവിടാൻ. അതുമാത്രമല്ല, എല്ലാ ദിവസവും എല്ലാ നേരവും യേശുവേ എന്നൊരു ബോധം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. യേശുവേ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരിക്കണം. ഞാൻ ആരാണ്? യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കൊമ്പാണ്, മുന്തിരിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു കൊമ്പാണ് എന്നുള്ളൊരു ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രവൃത്തിയും അതിനനുസരിച്ച് രൂപാന്തരപ്പെടും. പ്രവൃത്തി ശരിയാക്കിയിട്ട് എൻ്റെ വാസം ശരിയാക്കാമെന്നല്ല, വാസം ശരിയാകുമ്പോൾ എൻ്റെ പ്രവൃത്തിയും അതേപോലെ ശരിയാവും. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ വഴക്ക് പറയുമല്ലോ, അത് ചെയ്യത്തില്ല ഇത് ചെയ്യത്തില്ലല്ലോ വഴക്ക് പറയും. നമ്മുടെ ഭർത്താവോ ഭാര്യയോ ഇഷ്ടമല്ലാത്ത ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവരെ എല്ലാം കുറ്റം പറയും. അതിനെല്ലാം സോഴ്സ്, അതിൻ്റെയൊക്കെ റീസൺ മനസ്സിലായോ? കർത്താവുമായിട്ടുള്ള കണക്ഷൻ എവിടോ കട്ടായിപ്പോയി. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്താ? കർത്താവെ, എനിക്ക്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ ചർച്ചിലുള്ളവർക്ക്, ഞാൻ പ്രാർത്ഥിക്കുന്നവർക്ക്, എൻ്റെ സൺഡേ സ്കൂളിലുള്ള കുഞ്ഞുങ്ങൾക്ക്, യൂത്തിലുള്ള കുഞ്ഞുങ്ങൾ, കർത്താവെ, യേശുവിൽ വസിക്കാനായിട്ട്, അവൻ്റെ സന്തോഷത്തിൽ വസിക്കാനായിട്ട്, അവൻ്റെ സ്നേഹത്തിൽ വസിക്കാനായിട്ട്, അങ്ങനെ ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സന്തോഷത്തെക്കുറിച്ച് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ലോകം തരുന്നത്, മലയാളത്തിൽ സന്തോഷത്തിന് ഹാപ്പി, ജോയ്, അങ്ങനെ രണ്ടും ആഹ്ലാദം എന്നൊക്കെ പറയും. പക്ഷേ ഹാപ്പി ഇവർ പറയുന്നത് ഇസ് ബേസ്ഡ് ഓൺ സർക്കംസ്റ്റാൻസസ്. ജോയ് ഈസ് ബേസ്ഡ് ഓൺ ഹു ഗാഡ് ഇസ്. യേശുവിൽ വസിക്കുന്നവന് ദൈവം സന്തോഷം നൽകും. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം. ദൈവത്തോടൊന്ന് പറഞ്ഞാട്ട്, കർത്താവേ, എനിക്ക്